നമുക്ക് എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. എന്നൊക്കെയുള്ളത്? ശരീരം, മനസ്സ്, ആത്മാവ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയായിട്ട് ചെല്ലുന്നു. ഡോക്ടർമാർ നമ്മളെ പരിശോധിച്ചു നോക്കുന്നു. പരിശോധിച്ചു നോക്കിയപ്പോൾ ഡോക്ടർക്ക് ചില അസുഖം ഉണ്ടെന്ന് മനസ്സിലായി. ഡോക്ടർ നേഴ്സിനെ പറഞ്ഞ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. നേഴ്സ് സിറിഞ്ചിനകത്ത് മരുന്നെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സൈഡിൽ കൂടെ കുത്തിക്കയറ്റുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ പനിയുണ്ടായിരുന്ന ആളുടെ പനി പോകുന്നു. സത്യത്തിൽ ഈ നേഴ്സ് നമ്മുടെ ശരീരത്തിൽ കുത്തിക്കയറ്റിയ സാധനം എന്താ? സത്യത്തില് ഏതാണ്ടൊക്കെ ഒരു കെമിക്കലാ. സത്യത്തിൽ കെമിക്കലല്ലേ? ഒരു കെട്ട് ഗുളികയാണ് നമ്മളെ പനിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ വയറെരിച്ചിലിനുള്ള ഗുളിക വയറ്റിൽ വീണാൽ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാനുള്ളത്, ഭക്ഷണത്തിന് മുമ്പുള്ളത്, ഭക്ഷണത്തിന് ശേഷമുള്ളത്, പിന്നെ ഉറങ്ങാനുള്ളത്, ഉറങ്ങാതിരിക്കാനുള്ളത്, എല്ലാം മരുന്നും കുറിക്കും. ഇത് മുഴുവനും എന്താണ്? കെമിക്കലാണ്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കേ. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഈ ശരീരം മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ട ഒരു കെമിക്കൽ കൊണ്ട് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുഴുവൻ എന്നതാ? പല സൈസ് കെമിക്കലാണ്. അപ്പോ ബോഡി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? കുറച്ച് വെള്ളവും കുറെ കെമിക്കലും ചേർന്ന ഒരു സാധനമാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്തെങ്ങാനും വല്ല മാറ്റവും വന്നു കഴിഞ്ഞാൽ, ഇച്ചിരി കെമിക്കലും വ്യത്യാസം വന്നാൽ മതി, സംഗതി കെമിക്കൽ ബാലൻസ് തെറ്റിയാൽ മതി, സംഗതി എല്ലാം പാളും. ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരിപ്പിന് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോണ്ടി വന്നു. പുള്ളിക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. അതിലേറ്റവും വലിയ പ്രശ്നം പുള്ളി പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ആ സമയത്തേക്കും മറ്റുള്ളവരെല്ലാം പ്രശ്നത്തിലാകും. കയ്യിലിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് എറിയും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്നു. നല്ല മനുഷ്യനാണ്. സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടി ഒരു 4-5 ഗുളികകൾ എഴുതി. ഞാൻ പറഞ്ഞു, കുറെ ദിവസത്തേന് ഇനി ശാന്തമായി വീട്ടിലിരുന്ന് ഇത് പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ഗുളിക കഴിക്കുക. അദ്ദേഹം ഗുളിക കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്, ഭയങ്കര ക്ഷീണമാണ്. ഞാൻ പറഞ്ഞു, മാക്സിമം കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഇത് റെസ്റ്റിന്റെ സമയമാണ്, ഉറങ്ങിക്കോളാൻ. നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, എന്താണോ 2 ദിവസമായിട്ട് ഭയങ്കര സങ്കട, എനിക്കങ്ങ് കരയണമെന്ന് തോന്നുക, കണ്ണിക്കൂടിയെല്ലാം വെറുതെ വെള്ളം വരികയാണ്, ഞാനങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു, അതും വല്ലപ്പോഴേ ഉള്ളൂ പൊട്ടിത്തെറിക്കത്തുള്ളൂ, എന്നൊന്നും ഇല്ലിത്, വല്ലപ്പോഴും ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് നമുക്കറിയാം, പാകിസ്ഥാന്റെ അതിർത്തി വല്ലപ്പോഴും ഒരു ബോംബ് പൊട്ടുന്ന പോലെയൊക്കെ ഉള്ളത്. അതിനാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഇതാ ഫുൾ ടൈം ഇരുന്ന് കരയുകയാണ്. ഞാന് ഇപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മരുന്ന് കരയാനുള്ള മരുന്ന്, അപ്പൊ അതിനുള്ള മരുന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ മരുന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ സങ്കടമെല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണം മനസ്സ് ശരിയാകാൻ. അപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചു, സത്യത്തില് 5 ദിവസത്തെയൊക്കെ ധ്യാനം നടത്തുമ്പോൾ 3 ദിവസം ചക്രശ്വാസം വലിച്ച് ധ്യാനം നടത്തിയാലാണ് 3-ാം ദിവസം 4-ാം ദിവസം നമ്മുടെ യാക്കോബക്കാരന്റെ ഒക്കെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊടിയാൻ. അതിനേക്കാളും നല്ലത് ആദ്യത്തെ ധ്യാനം, തിങ്കളാഴ്ച ദിവസം ധ്യാനം ആരംഭിക്കുന്ന സമയത്ത് ഇവനെ കുറച്ച് കലക്കി അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മുതല് കരച്ചിൽ അങ്ങോട്ട് തുടങ്ങും. കരഞ്ഞ ധ്യാനം വിജയിച്ചെന്നാണ് ധ്യാനഗുരുക്കന്മാരെല്ലാം പറയുന്നത്. ധ്യാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കരയാനുള്ള സ്ഥലമായിട്ടാണ് കാണുന്നത്. ചിലർ വന്ന് പറയും, ഇതാ ധ്യാന കേന്ദ്രത്തിൽ വന്നു കഴിയുമ്പോൾ പറയും, ആ രാത്രിയിലെ പ്രാർത്ഥനയിൽ ഒരു 4 ലൈറ്റ് ഒന്ന് ഓഫാക്കിയേക്കണം. എന്തിനാ? കരയാൻ വേണ്ടി. അപ്പൊ പ്രിയമുള്ളവര്, ഈ കെമിക്കൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ എന്താണ്? ആ ആളുടെ വികാരങ്ങളിൽ പോലും മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് സത്യത്തിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഒരു കെമിക്കൽ ആക്ഷനും അതിന്റെ റിയാക്ഷനും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമാനമാണ് അത് നമ്മുടെ ഈ മനസ്സ്. എന്തിനേറെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വല്യമ്മച്ചിയുടെ പൊട്ടാസ്യം താഴോട്ടൊന്ന് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ സോഡിയം താഴോട്ട് പോയാൽ അമ്മച്ചിയുടെ അവസ്ഥ എന്നാകും?
അമ്മച്ചിയുടെ വേണ്ട സാധാരണ പെണ്ണുങ്ങളുടെ അവസ്ഥ തന്നെ മാറും, ചെറുക്കന്മാരുടെ അവസ്ഥയും മാറും. എന്താണ്? പിച്ചും പേയും പറയാൻ തുടങ്ങും. ഈ ഇരിപ്പൊക്കെ അങ്ങ് മാറും. സോഡിയം കുറഞ്ഞവരെ കണ്ടിട്ടുണ്ടോ? സംഗതി കുഴപ്പമാണ്. ഈ ഇരിപ്പൊക്കെ അങ്ങോട്ട് മാറും. പിന്നെന്താണ്? കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും പറയേണ്ടാത്തത് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കല് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ ചാർജ് എടുത്ത ശേഷം ആദ്യത്തെ ഹൗസ് വിസിറ്റിംഗ് ആണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ അമ്മച്ചി ഇതാ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സകലമാന തെറിയുണ്ട്. എല്ലാ ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ഞാൻ ചോദിച്ചത് എന്നെ ഇടപാടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ ഇപ്പോ അകത്തോട്ട് പോകണ്ട, ഇത് പൊട്ടാസ്യം കുറഞ്ഞതിന്റെയാന്ന്. അപ്പൊ പ്രിയമുള്ളവര്, കെമിക്കൽ വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിനും എന്തുണ്ടാവും? ബാലൻസ് തെറ്റും. അപ്പോൾ സത്യത്തിൽ ഈ മനസ്സെന്നൊക്കെ പറയുന്ന എന്തിന്റെ പ്രവർത്തന? കുറെ കെമിക്കലുകളുടെ പ്രവർത്തനമാണ്. പിന്നെ ആകപ്പാടെ ഒരു അസ്തിത്വം നമുക്കുണ്ടെന്ന് പറയാനുള്ളത് എന്തിലാ ഉള്ളത്? ആത്മാവിലാ. ഈ ആത്മാവിനെ തന്ന ആരാ? ദൈവം. ഈ ആത്മാവ് ഒരു ശരീരത്തിൽ സന്നിഹിതനായി കഴിഞ്ഞപ്പോൾ സരളമായ ഒരു ഹൃദയം നമുക്കുണ്ടായി. ദൈവം ഫ്രഷായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പങ്കുവച്ച് നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സരളമായ ഒരു ഹൃദയമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉള്ളിലൊരു വല്ലാത്ത ശൂന്യതയാണ്. ആരോട് ചോദിച്ചാലും ധ്യാന കേന്ദ്രത്തിൽ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ കിട്ടാത്തതിന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ വന്നതാണ്. സ്നേഹം കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല, ഭർത്താവിന്റെ കരുതൽ കിട്ടിയിട്ടില്ല, ഭാര്യയുടെ പരിചരണം വേണ്ട രീതിയിൽ കിട്ടുന്നില്ല, UK പോകാനുള്ള IELTS പാസ്സായി കിട്ടിയിട്ടില്ല, പിന്നെ UK പോയിട്ട് ജോലി കിട്ടിയിട്ടില്ല. കിട്ടാത്തതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ മനുഷ്യനും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഒരു നല്ല ശതമാനം മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാൽ അവന് പറയാനുള്ള ഒറ്റ കാര്യമാണ്, എനിക്ക് കിട്ടേണ്ട പോലെയുള്ള സ്നേഹം കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും ജീവിതത്തിലൊരു പ്രതിസന്ധിയാണ്. കിട്ടേണ്ട ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ദൈവം ആത്മാവിനെ പകുത്തു നൽകിയത് സ്വർഗത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാ ആ ആത്മാവിൽ എന്ത് കുടികൊള്ളുന്നുണ്ട്? ദൈവത്തിന്റെ സ്നേഹം ഉറപ്പായിട്ടും കുടികൊള്ളുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആത്മാവിനെ ദൈവം വെച്ചു തന്നത്. അപ്പോൾ ഈ ആത്മാവിന് മെകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആരുമായിട്ട്? അപ്പനുമായിട്ട്, തൃത്വിക ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ കണക്ഷനിലാണ് സത്യത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് സ്നേഹം, അതുപോലെ ദൈവകൃപ, ദൈവിക ശക്തി, വരപ്രസാദം, നിത്യരക്ഷയ്ക്കും ഉള്ള ആഗ്രഹം, ദൈവരാജ്യത്തിൽ തിരിച്ചു ചെല്ലണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തു വന്നപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നല്ല അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു, നല്ല കൃപയുള്ള വ്യക്തിയായിരുന്നു. നമുക്ക് ആഗ്രഹം, നമ്മുടെ ആന്തരിക മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തോട്, ദൈവരാജ്യത്ത് തിരിച്ചു ചെല്ലണമെന്ന്. എല്ലാ ആഗ്രഹത്തോടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവ സ്വഭാവം എല്ലാം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ആത്മാവ് എപ്പോഴോ എവിടെ വെച്ചോ ഇതാ ദൈവവുമായിട്ടുള്ള കണക്ഷൻ അങ്ങോട്ട് വിട്ടു, അഥവാ ദൈവത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്കറിയാം, ഈ ലൈറ്റ് സന്ധ്യയാകുമ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ എന്തുണ്ടായിക്കോളും? ഓട്ടോമാറ്റിക്കലായിട്ട് ഇരുട്ടുണ്ടായിക്കോളും. ഇരുട്ടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ നമ്മള്? ഇരുട്ടുണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് വെളിച്ചം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇരുട്ടുണ്ടാക്കാൻ പറ്റുമോ? ഇരുട്ടുണ്ടാക്കാൻ പറ്റിയല്ല. വെളിച്ചം പോകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് ഏത്? ഇരുട്ട്. നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ധകാരത്തെയും അന്ധകാരത്തിന്റെ ശക്തിയെയും അന്ധകാരത്തിന്റെ പ്രവർത്തനത്തെയും നമ്മൾ വിളിച്ചു കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ വന്നോളും. എന്ത് ചെയ്താൽ മതി?
വെളിച്ചം വേണ്ടെന്ന് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ, അവന്റെ വാക്കുകളെ വേണ്ടെന്ന് വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനിലേക്ക് ആര് കയറി കൂടിയിട്ടുണ്ട്? മുതുപിശാച് കയറി കൂടിയിട്ടുണ്ട്. അവൻ കയറി കഴിഞ്ഞാൽ എന്താണ്? ആത്മാവ് അന്ധകാരത്തിലായിരിക്കുകയാണ്. ആത്മാവ് അന്ധകാരത്തിൽ, ആത്മാവ് ഇരുട്ടറയ്ക്കകത്തായിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, അല്ല പിതാവിന്റെ വെളിച്ചം കിട്ടിക്കൊണ്ടിരുന്ന, പിതാവിന്റെ തിരുമുഖം കണ്ടുകൊണ്ടിരുന്ന, പിതാവിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ടിരുന്ന, പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാത്മാവിനെ ഇതാ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുക. ഇതാ ഈ ശരീരം കൊണ്ടും ഈ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പാപം ചെയ്തപ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ പിടിച്ച് ഒരു ഇരുട്ട് അറയുടെ കൂട്ടിലേക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഒരു ശവപ്പെട്ടിക്കകത്ത് ഇട്ടിരിക്കുന്ന പോലെ എന്ത് ചെയ്യാണ്? ഒരു മരണത്തിന്റെ കൂടിലേക്ക് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഇരുമ്പ് കൂട്ടിനകത്ത്, ഇപ്പൊ നമ്മളിപ്പോ എന്റെ കൈയും കാലും എല്ലാം കൂടെ ശരിയാക്കിയിട്ട് ഒരു ഇരുമ്പ് കൂട്ടിനകത്ത് ഇട്ടിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. തല മാത്രം പുറത്ത്, ബാക്കി മൊത്തം ഒരു ചെറിയ ഇരുമ്പ് കൂട്ടിനകത്ത് നിർത്തിയിരിക്കുക. പ്രിയമുള്ളവര്, എനിക്ക് കൈയും കാലും എടുത്ത് നിങ്ങളെ പലതും കാണിക്കണമെന്നുണ്ട്. പക്ഷെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ മുഖവും കൂടെ വെച്ചിരിക്കുകയാണ്. കണ്ണ് മാത്രമേ ഉള്ളൂ, കണ്ണിന്റെ ഭാഗം മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഈ ഇരുമ്പ് കൂട്ടിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല പ്രയോജനം കിട്ടുമോ? ഒച്ച കേൾക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എക്സ്പ്രഷൻ കാണാൻ പറ്റുകയില്ല, എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, എന്റെ മുഖത്തെ ഭാവം ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അനുഭവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ സ്വതന്ത്രനായി ഇതാ ദൈവം എന്നെ സൃഷ്ടിച്ച പരുവത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ മനസ്സിലാകുന്നത്, എന്നെ കാണാൻ പറ്റുന്നത്, എന്നെ കേൾക്കാൻ പറ്റുന്നത്, എന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. എങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ അവൻ ഈ ഇരുമ്പ് കൂട്ടിൽ നിന്നും ഇരുട്ടറയിൽ നിന്നും പുറത്തു വരണം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഒന്നുകിൽ നമ്മുടെ ആത്മാവ് തമ്പുരാന്റെ കൂടെ, തമ്പുരാന്റെ ആത്മാവുമായി ബന്ധത്തിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ആരുടെ കയ്യിൽ? പിശാചിന്റെ കയ്യിൽ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തമ്പുരാന്റെ കയ്യിലാണോ പിശാചിന്റെ കയ്യിലാണോ? ഇനി തമ്പുരാന്റെ കയ്യിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം, ദൈവകൃപ, വരപ്രസാദം, ദൈവസ്വരം ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ നന്മകളെ കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇതാണ് പ്രത്യേകത. ഇരുട്ടിലാണെങ്കിലോ, അന്ധകാര ശക്തികളുടെ ബന്ധനത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ ഉള്ള പ്രത്യേകത, സുവിശേഷ പ്രസംഗം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നല്ല സൂപ്പർ ഉറക്കം കിട്ടും. അതാണ് ഒന്നാമത്തെ ലക്ഷണം. അതാണ്. ചില ആളുകൾ സത്യത്തില് ഈ ധ്യാനം കൂടാൻ വരുന്നത് തന്നെ അവർ പറയാറുണ്ട്, തീരെ ഉറക്കമില്ലായിരുന്നു, അതാ തൂത്തൂട്ടി വന്ന് പോയ പിന്നെ നല്ല ഉറക്കമാണ്. ആ 2 മണി എന്ന് പറഞ്ഞ സമയമാകുമ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് ചില ആളുകൾ ഈ ധ്യാനത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ലക്ഷണം ദൈവസ്വരം കേൾക്കാൻ പറ്റുകയില്ല. ദൈവസ്വരം കേൾക്കുന്നിടത്ത് പോലും നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ഉറങ്ങിപ്പോകും. അതാണ് ഒന്നാമത്തെ ലക്ഷണം. ഇതാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ഇരുട്ടറയുടെ കൂട്ടിലാണ്, ഇരുട്ടിന്റെ കൂട്ടിലാണ്. അപ്പൊ ഒന്നുകിലും നമ്മള് തമ്പുരാന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെ? പിശാചിന്റെ കൂടെ. ഇനി ദൈവം മനുഷ്യനായിട്ട് എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഇതാ മനുഷ്യന്റെ ആത്മാവിൽ കേറിക്കൂടാൻ പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിന് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. വിട്ടുമാറാത്തൊരു ബന്ധം, സ്നേഹബന്ധം. അത് വളരെ നിർണായകമാണ്. ആ സ്നേഹബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പിന്നീട് ഒരിക്കലും ഒരു മനുഷ്യൻ സ്നേഹബന്ധം മുറിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെയൊക്കെ പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പലരും ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ചിലർ ഞായറാഴ്ച ധ്യാനം കൂടുന്നത് തന്നെ ഇതുപോലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, ഒരു കുഴപ്പമില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന കൊച്ച്, തേനെ പാല് ചക്കര എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത്. സ്കൂളിൽ വിടാൻ നേരത്ത് ഇതാ
ശൂന്യാകാശത്തേക്ക് പോകാനായിട്ട് വിടുന്ന പോലെയാണ് നമ്മൾ ബാഗും തൂക്കി വിട്ടത്. അതിനകത്ത് എന്നാക്കെയാണ്? 10 മണിക്ക് തിന്നാനുള്ള ബിസ്ക്കറ്റ്, 11:30 തിന്നാനുള്ള ബിസ്ക്കറ്റ്, പിന്നെ 12 കഴിക്കാനായിട്ടുള്ള പാലും കുപ്പി, പിന്നെ അവലോസുണ്ട, ഇങ്ങനത്തെ 100,000 സാധനങ്ങളുമായിട്ടാണ് നമ്മൾ ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നത്? ശൂന്യാകാശത്തേക്ക് ആളെ വിടാൻ പോകുന്ന പോലെയാണ് ഈ കൊച്ചിന് ഇതെല്ലാം കയറ്റി വിടുന്നത്. നമ്മുടെ സ്നേഹമാണ് നമ്മൾ കാണിച്ചത്, കൊച്ചുങ്ങളോടുള്ള സ്നേഹം നമ്മൾ കാണിച്ചത്. ഈ സ്നേഹം എല്ലാം കൊടുത്ത് നമ്മൾ അങ്ങോട്ട് വിട്ടു. നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഞാനിങ്ങനെ അവലോസുണ്ടയും പാലും തേനും ചക്കരയും കൊടുത്ത് വളർത്തുന്ന കൊച്ച് എന്റെ സ്നേഹം കണ്ടമാനം തിരിച്ച് അറിയുന്നുണ്ട്. ബൈ ബൈ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു, കൊച്ച് എന്ത് സന്തോഷമായിട്ടാ പോകുന്നത്, എന്നോട് എന്ത് സ്നേഹമാണ്, ബൈ ബൈ പറയും. ചിലപ്പോൾ എന്താണ്, ബൈ ബൈ പറയുന്നവൻ ചിലപ്പോൾ ചാടിക്കയറി അമ്മയ്ക്ക് ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ട് പോകും. അതോടുകൂടി എന്താണ്, തള്ളയ്ക്ക് പിന്നെ വൈകുന്നേരം വരെ സന്തോഷം. കൊച്ച്. പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്നേഹിച്ച് സത്യത്തിൽ സ്നേഹം മൂക്കുന്നതാണ് പ്രിയമുള്ളവരെ പ്രേമം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ബൈബിളില് ആ വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ഉത്തമമായ ദൈവസ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉത്തമഗീതത്തിനകത്ത് പ്രേമം എന്ന വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന്റെ ചില പുസ്തകങ്ങൾക്കകത്തും കൂദാശക്രമത്തിനകത്തും പ്രേമം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചില അച്ഛന്മാര് ബോധപൂർവം പ്രേമത്തിന്റെ ഭാഗം വരും അച്ഛന് നാണം വന്നിട്ട് പ്രേമം മാറ്റി സ്നേഹം എന്നാക്കി വായിക്കുന്നുണ്ട്. തെറ്റാതെ. പ്രേമം എന്ന വാക്ക് പ്രേമം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്നേഹം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത്. ഈ പ്രേമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചിന് അയലോക്കത്തെ ചെറുക്കനുമായിട്ട് സ്നേഹമുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവൻ ആ വഴിക്കുമ്പോൾ ഇവൻ ഈ വഴിക്കും. പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ് പ്രിയമുള്ളവരെ? പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നമ്മൾ അവരെ കണ്ടെത്താറുണ്ട്. പ്രേമം തുടങ്ങിയിട്ട് ലക്ഷണം ഇതാ. 10 മണിക്ക് കോളേജിൽ ചെന്നാൽ മതി. പണ്ട് നമ്മുടെ ചെറുക്കൻ 11:30 ആയാലും അങ്ങോട്ട് ചെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വരുമായിരുന്നു. എന്നാൽ അതേ ചെറുക്കൻ തന്നെ ഇപ്പോൾ എന്താണ്, വെളുപ്പിന് എഴുന്നേറ്റ് 5 മണിയാവുമ്പോൾ പല്ലും തേച്ച് ഇതാ പാൻറ്റും വലിച്ച് ഇറക്കി ഓടി അവൻ എന്ത് ചെയ്യുന്നു? 7 മണിക്ക് ഗേറ്റ് തുറന്നാൽ ഉടനെ അവൻ കോളേജ് ക്യാമ്പസിൽ ചാടിക്കേറുന്നു. നമ്മുടെ പെണ്ണ് പ്രിയമുള്ളവര് ഇതാ കിടക്കാൻ പറയണ്ട, അതിനു മുമ്പേ 9 മണിയാവുമ്പോൾ പീസായി പോകുന്ന പെണ്ണായിരുന്നു. ഇപ്പൊ എന്താണ്? മാതാപിതാക്കന്മാര് കിടന്ന് കഴിഞ്ഞിട്ടേ അവള് കിടക്കത്തുള്ളൂ. പിന്നെ കിടന്ന ശേഷം മാതാപിതാക്കന്മാർ എഴുന്നേറ്റ് നോക്കിയാൽ മുറിക്കകത്ത് ഇതാ സ്വരം കേൾക്കാൻ പറ്റും, മൊബൈൽ ഫോൺ വിളിക്കുന്നതിന്റെ. 1 മണി കഴിഞ്ഞാലോ കുറക്കോ തീരെ കുറവ്. എന്തിന്റെ ലക്ഷണം എന്നറിയോ? ഇത് പ്രേമത്തിന്റെ ലക്ഷണം. അസാധാരണമായ സ്ഥലങ്ങളിൽ അസാധാരണമായ സമയങ്ങളിൽ ഇതാ അവരെ കണ്ടെത്തുന്നു. ഇനി മാതാപിതാക്കന്മാർ ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട്, മക്കളെ, നമ്മുടെ സഭ, നമ്മുടെ പാരമ്പര്യം, യേശുക്രിസ്തു, വിശ്വാസം, പിന്നെ അതൊക്കെ പോട്ടെ, നിന്നെ ഞാന് ഇതാ 1-ാം ക്ലാസ്സിൽ ശൂന്യാകാശത്തേക്ക് ഇതാ ആളെ വിട്ടതുപോലെ ബാഗും തൂക്കി നിന്നെ രാവിലെ 10 മണിക്ക് ഇതാ കഴിക്കാനുള്ളത്, 12:30 കഴിക്കാനുള്ളത്, പിന്നെ ഉച്ചയ്ക്ക് അയലോക്കംകാരന്റെ തലക്കിട്ട് എറിയാനുള്ള അവലോസുണ്ട, ഇത് സഹിതം നിന്നെ ഞാൻ സ്കൂളിൽ വിട്ടത്. മോനെ, എന്തിനാന്ന് നീ ഓർക്കുന്നുണ്ടോ? അപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവള് കോടതി വരാൻ ഓരോ പോക്കും പോകും. പോയിട്ട് കോടതി വരാന്തി എന്ന് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാനൊരു പെങ്കൊച്ചോട് ചോദിച്ചു, എടി പെണ്ണേ, ഇതാ നിനക്ക് എത്ര ദിവസമായി, എത്ര നാളത്തെ പരിചയമുണ്ട് ഈ ചെറുക്കനുമായിട്ട്? 2 വർഷം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇരിക്കുന്ന അപ്പനും അമ്മയായിട്ട് നിനക്ക് എത്ര വർഷത്തെ ബന്ധമുണ്ടെന്ന്? അവളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു 19. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ട്? 19. അപ്പൊ ഞാൻ പറഞ്ഞു 20 വർഷത്തെ ഉണ്ടെന്ന്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായി കിടന്ന 1 വർഷം കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. ആ 20 വർഷത്തെ ബന്ധം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇതാ 20 വർഷവുമായ നിന്റെ ബന്ധം, നിന്റെ ദേഹത്തിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ആര് മേടിച്ചെന്നാ? ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയും. നിന്നെ ഇത്രയും പഠിപ്പിച്ച് വിദ്യാഭ്യാസം ഉണ്ടാക്കി തന്നെ ആരാ? അപ്പനും അമ്മയും. ഈ ചെറുക്കൻ നിന്റെ മുഖം വികൃതമായി ചെറുക്കൻ കെട്ടുപോകും. അപ്പൊ ഈ സൗന്ദര്യം ഇത് നിനക്ക് സമ്മാനിച്ചതാരാ? നിന്റെ അപ്പനും അമ്മയും. അവരുടെ സൗന്ദര്യമല്ലേ? നിനക്കെന്നാ സ്വന്തമായിട്ട്? ഇത് മുഴുവൻ ഇവരുടെ അല്ലേ? ഉടനെ അവൾ എടുത്ത വയൽ എന്നോട് പറയാം, അതൊക്കെ അപ്പന്റെ അമ്മയുടെയും കടമയാ. അതൊക്കെ അപ്പന്റെ അമ്മയുടെയും കടമയാ. ഞാൻ പറഞ്ഞു, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാൽ നിന്റെ കുടുംബത്തിന് നാണക്കേടാവും, നിന്റെ അനിയത്തിമാരുടെ കല്യാണം നടക്കുകയില്ല. ഇതെല്ലാം പറഞ്ഞിട്ടും
എല്ലാം കേട്ടിട്ടും എന്താണ്, അവള് ഇതെല്ലാം കേട്ട് തല കുലിക്കഴിച്ച് പറഞ്ഞു, എന്നാലും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ആ പുറകെ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പ്രേമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. എന്നായാലും പിരിയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ നമ്മുടെ സഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ട്. ആ അനേകം വിശുദ്ധന്മാരിൽ പലരും ജീവൻ നഷ്ടപ്പെടും എന്ന് ചിന്തിച്ചിട്ടും യേശുക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവർ വിട്ടുപിരിഞ്ഞെന്നറിയാമോ? ഞാൻ പറയാറുണ്ടല്ലോ, 3 വയസ്സുള്ള കുര്യാക്കോസ് സഹോദര അവനോട് പറഞ്ഞു, നിനക്ക് ജീവൻ വേണമെങ്കിൽ യേശുവിനെ ഉപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിച്ചിട്ടുള്ള ജീവൻ വേണ്ട. പ്രിയമുള്ളവരെ, അവന്റെ ആത്മാവ് ആരെ കയറി പ്രേമിച്ചിരിക്കുക? യേശുവിനെ. അങ്ങനെ യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവനെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലും കണ്ടുമുട്ടേണ്ടി വരും. എവിടെ പ്രതീക്ഷിക്കാത്ത സാഹചര്യം? പള്ളിയിൽ സ്വാഭാവികമായ സംഭവം എത്രയാണ്? അത് 8 മണിക്ക് അച്ഛൻ പരിപാടി ആരംഭിക്കും, നമ്മൾ 9:30 ആകുമ്പോൾ അങ്ങ് ചെല്ലും. 10 മണിക്ക് അച്ഛൻ പരിപാടി അവസാനിപ്പിക്കും, 9:45 ആകുമ്പോൾ നമ്മൾ പോകും. ഇതാണ് സ്വാഭാവിക പള്ളിയിലെ സമയം നമ്മുടെ. എന്നാൽ യഥാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ദേവാലയങ്ങളിൽ അവനെ കണ്ടുമുട്ടും. ക്രിസ്തു ഉള്ളിടത്ത് അവനെ കണ്ടുമുട്ടും. കണ്ടോ? അതുപോലെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ കണ്ടുമുട്ടും. അടുത്ത കാലത്ത് മണ്ടാടുപള്ളിയിൽ നിന്നൊരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ തിരുമേനോട് രഹസ്യം പറയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ? ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ മണ്ണർകാട്ട് പള്ളിയിൽ വളരെ നന്നായി വെളുപ്പിനെ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇത് ആർക്കും അറിഞ്ഞുകൂടാ, ആരും എന്നെ ശ്രദ്ധിക്കാറില്ല, ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ കൽക്കുരിശിന്റെ അവിടെ നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. എന്നെ അത് ഭയപ്പെടുന്ന പുള്ളി കരയാൻ തുടങ്ങി. പുള്ളി പറയുകയാണ്, ഇതാ കാൽവറി ക്രൂശിൽ രക്തം വാർന്നൊലിക്കുന്ന യേശു ക്രിസ്തു പണ്ടാട്ട് പള്ളിയുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതായി ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കാൻ പോകും? ഒന്നര പറഞ്ഞു, ഞാൻ വെളുപ്പിനെയൊക്കെ കുറച്ച് നേരത്തെ അങ്ങ് പോകും, എന്നിട്ട് മണിക്കൂറുകളോളം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും ചില മനുഷ്യരെ കണ്ടെത്തുന്നു. എന്തിന്റെ ലക്ഷണമെന്നറിയോ? എന്തിന്റെ ലക്ഷണം ഇത്? ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ലക്ഷണം. കണ്ടോ? ആ ആത്മാവ്, ആ മനുഷ്യന്റെ ആത്മാവ് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? ക്രിസ്തുവുമായിട്ട് കണക്ഷൻ ഉണ്ട്. എത്ര പെട്ടെന്നാ ക്രിസ്തു നിങ്ങൾക്കൊക്കെ വേണ്ടാതാകുന്നത്? എന്തുകൊണ്ടാ? ഒരു ധ്യാനം കഴിഞ്ഞ് പ്രൈസലോടും ഹല്ലേലൂയയും കഴിഞ്ഞ് പോകുന്ന പാർട്ടിയെ 3 മാസം കഴിയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ആൾക്ക് ക്രിസ്തുവില്ല, ഒന്നുമില്ല. കാരണം എന്താ? അവന്റെ ആത്മാവിൽ അവൻ ക്രിസ്തുവിന് വേണ്ട രീതിയിൽ ഒരു ഇടം കൊടുത്തിട്ടില്ല. അപ്പൊ വിശുദ്ധന്മാരെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയ സഭയിലെ പ്രിയമുള്ളവരെ, അവരൊക്കെ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചത്? രക്തസാക്ഷികൾ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചത്? ഇത്രയും തീവ്രതമായി സത്യത്തിൽ അവര് ഈ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഓർക്കണ ഇറാഖിലും ഒക്കെ ഈ അടുത്ത കാലത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ വീട് വിട്ട് ഓടേണ്ടി വന്നു, നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ. എന്തിനാ ഓടിയെന്നറിയോ പ്രിയമുള്ളവരെ? അവരോട് ഒരു ദിവസം രാത്രി ഇതാ ഒരു ജീപ്പിൽ മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്, ഈ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സ്ഥലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ക്രൈസ്തവ മതം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുക, അതല്ലെങ്കിൽ 70% ഇതാ ടാക്സ് കൊടുക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ സ്ഥലം വിട്ട് നിങ്ങൾ പോവുക. ഇതായിരുന്നു അനൗൺസ് ചെയ്തത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ പ്രിയമുള്ളവരെ? എന്നിട്ട് ക്രൈസ്തവരായ ഈ പോയ വഴിക്ക് ക്രൈസ്തവരുടെ ഭവനങ്ങൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്താ പോയത്. പിറ്റേ ദിവസം എല്ലാത്തിനും വെടിവെച്ചു കൊല്ലും. പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ തങ്ങളുടെ വീട്, തങ്ങളുടെ നിക്ഷേപങ്ങൾ എല്ലാം വിട്ട് പലായനം ചെയ്തു.
സത്യത്തിൽ ആ മനുഷ്യരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ആരുമായിട്ടുള്ള അടങ്ങാത്ത ബന്ധമുണ്ട്? യേശുവുമായിട്ട്. എന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രദേശത്തൂടെ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരിക എന്ന് വിചാരിച്ചു. ഇതാ സ്വത്ത്, സമ്പത്ത് ഇതൊക്കെ ആയിട്ട് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതാ മതം മാറണം എന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് മണർകാട്ട് കവലയ്ക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും കാണുന്നത്? ഇന്ന് പ്രൈസ്തലോട് പറഞ്ഞ ആള് നാളെ എന്നാ പറയുമെന്ന് എനിക്കറിയാം. ഞാനിവിടെ പറയുന്നില്ല. നമ്മുടെ ആളുകൾ എത്ര പെട്ടെന്ന് ക്രിസ്തുവിനെ വേണ്ടാതാവുന്നത്. സഭ മാറിയവരുണ്ട്, മതം മാറിയവരുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ എന്നെങ്കിലും ദൈവം ഉണ്ടായിരുന്നു. മാറിയപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. കാരണം എന്താ? പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നും ആത്മാവിന് ദൈവമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ആകപ്പാടെ നമുക്ക് ബന്ധമുണ്ടെന്ന് ഈ പറയുന്നത് എവിടെയാണെന്നറിയോ? മനസ്സിൽ. ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒരു മനുഷ്യന്റെ വികാരങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിമറിക്കാൻ മറ്റൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു കെമിക്കൽ സംവിധാനമാണ്. ഈ കെമിക്കൽ സംവിധാനത്തെ 2, 3, 4 വാക്കുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാൻ അടുത്തിരിക്കുന്ന മനുഷ്യനെ കൊണ്ട് സാധിക്കും. അങ്ങനാണെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ നിയന്ത്രണം മുഴുവൻ ആരുടെ കയ്യിലാ? അയലോക്കംകാരന്റെ കയ്യിലായിരിക്കും. അയലോക്കംകാരന്റെ കയ്യിലാണ് പ്രിയമുള്ളവരിയ്ക്കുന്നത്. ഇപ്പൊ നിങ്ങളിവിടെ വന്നിരിക്കുമ്പോ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം മുഴുവൻ നിങ്ങൾ ആരെ ഏൽപ്പിച്ചിരിക്കുക? നിങ്ങൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പറയുന്നല്ല നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് വിശ്വസ്തനല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ ഗതികേടിലാവും. ഇല്ലേ? എത്രയോ പേര് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഒരു പ്രാവശ്യം വീടിന്റെ എണ്ണയിലൂടെ കയറി ഒരു ചില സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ്? കാതയിലും കഴുത്തയിലും എല്ലാം എന്താണ് ഊരി താഴെ വെച്ച് എത്രയോ പേരാണ്. ഒരിക്കലും ഞാൻ ഇവിടെ സുവിശേഷം, ഇവിടെയല്ല താഴത്തെ പള്ളി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ പുറകിൽ നിന്ന് ഓടി ഫ്രണ്ടിലേക്ക് വന്നാൽ തിരിച്ചു പോകുന്നതാണ്. സത്യത്തിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ പുള്ളിയുടെ കയ്യിലിരുന്ന മോതിരം ഊരി ആ ഭണ്ഡാരത്തിലിട്ടിട്ട് പോയി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചാണോ? അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റിയെ വിളിപ്പിച്ച് തുറന്നു തരാം. പെട്ടെന്നുള്ള ആവേശത്തിനിട്ടതാണെന്ന് അറിയാൻ പറ്റിയല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് മറ്റൊരുത്തന്റെ വാക്കുകൾ കൊണ്ട്, നല്ല വാക്കുകൊണ്ടും മോശം വാക്കുകൊണ്ടും പെട്ടെന്ന് എന്ത് ചെയ്യും? അസ്വസ്ഥമാകും. നല്ല വാക്കുകൾ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അറിയാതെ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള വാക്കുകളെല്ലാം നിങ്ങളുടെ മനസ്സ് ദുഃഖങ്ങൾ കൊണ്ട് നിറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സിനെ മുഴുവനും നിയന്ത്രിക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള വാക്കുകൾക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുറെ മനുഷ്യർ ചേർന്ന് അങ്ങ് ചിന്തിക്കുക, നിങ്ങളെ നശിപ്പിക്കണമെന്ന് അങ്ങ് തീരുമാനിക്കുക. നിങ്ങൾക്കെതിരായി ദൂഷണവും അതുപോലെ തിന്മകളും നിങ്ങളോടും നിങ്ങൾക്കെതിരായും പറഞ്ഞുകൊണ്ടിരുന്നാൽ ക്രമേണ വെറുപ്പും വിദ്വേഷവും നിരാശയും ഭയവും കേറി നിങ്ങൾ സ്വയം നശിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരായി ഇതാ തിന്മയോടെ സംസാരിക്കുന്ന ഓരോ വാക്കും ഏത് ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ്? പിശാചിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ മറ്റൊരുത്തനെ മാനസികമായി ഉപദ്രവിക്കുമ്പോൾ, അവനെ തകർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് സത്യത്തിൽ ആർക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്? പിശാചിന് വേണ്ടി. അങ്ങനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇതാ മറ്റൊരുത്തന്റെ നാക്കിനോ വാക്കിനോ വേണ്ടി സ്വയം നശിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? ഇല്ല.